അതങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് നിറയെ താരനും ഒക്കെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ നമ്മുടെ ഹെയർ എങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യാന്നുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ഹെയറിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് വേനൽക്കാലത്തായിട്ടോ. നമുക്ക് മുടി കൊഴിച്ചിൽ, പിന്നെ നമുക്ക് തല നിറയെ താരം വരുന്നത്, മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ്, അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഏറ്റവും അധികം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ചൂടുള്ള സമയത്തായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ തലയിൽ ഒരുപാട് വിയർപ്പൊക്കെ ആ സമയത്ത് ഉണ്ടാവും. അതങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് നിറയെ താരനും ഒക്കെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ മുടി എങ്ങനെ അതിൽ നിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏറ്റവും അധികം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാട്ടോ. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ശരീരം തണുക്കും. അപ്പോൾ നമ്മുടെ ദേഹത്ത് ചൂട് കുറച്ച് കുറയും കേട്ടോ. അത് നമ്മുടെ ഹെയർ ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ മാറാനായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതായത് എന്തെങ്കിലും നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തണ്ണിമത്തന് നല്ല തണുപ്പുണ്ടാവും നമ്മുടെ ദേഹത്ത്. അതൊക്കെ നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ആ ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഷാമ്പു യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ്പു നന്നായിട്ട് ഹെയറിൽ നിന്ന് വാഷ് ചെയ്ത് കളയാൻ നോക്കുക. അങ്ങനെ ഹെയറിൽ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഹെയറിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്ത് ഹെയറിൽ ഷാമ്പു ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് ചൂടുള്ള സമയത്ത് നമ്മൾ ഷാമ്പു ഒന്നും ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. അതേസമയം ഇനി എന്തെങ്കിലും കണ്ടീഷണറൊക്കെ ഉള്ളതൊക്കെ ഷാമ്പു ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് കട്ടിയുള്ള ഷാമ്പു ഒന്നും നമ്മൾ ഹെയറിൽ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇത്തിരി കട്ടി കുറഞ്ഞ ഷാമ്പു ഒക്കെ ഇടുന്നതായിരിക്കും ചൂടുള്ള സമയത്ത് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്താലും നല്ലതായിരിക്കും. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് വെയിൽ നമ്മുടെ ഹെയറിൽ തട്ടാണ്ട് നോക്കുക കേട്ടോ. കാരണം നമ്മുടെ ഹെയറിൻ്റെ യഥാർത്ഥ കളർ മാറിയിട്ട് അത് പതിയെ കളർ മങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു ചെമ്പ് കളറിലോട്ടൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും ഒരുപാട് വെയിലൊന്നും മുടിയിൽ കൊള്ളിക്കാതെ കൊണ്ട് നോക്കുക. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഹെയർ പിന്നിടുക, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ വേപ്പിട്ടപ്പ് ചെയ്തൊക്കെ വെക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഹെയർ അഴിച്ചിട്ടുണ്ട് കഴിവതും പോകാതിരിക്കുക. കാരണം ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ചൂടുള്ള സമയത്ത് ഒരുപാട് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഹെയറിൽ അങ്ങനെ ആയിട്ട് പിന്നെ അത് താരനൊക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം പുറത്തിറങ്ങുമ്പോൾ കഴിവതും മുടി അഴിച്ചിട്ടുകൊണ്ട് പോകാതിരിക്കുക ചൂട് സമയത്ത്. അതാവും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ വേണമെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ട് ചെറിയ രീതിയിൽ തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. അതല്ലെന്നാണെങ്കിൽ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് നമ്മുടെ രക്തയോട്ടം നന്നായിട്ട് കൂടുകയും പുതിയ മുടിയൊക്കെ വളർന്നു വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഓവറായിട്ട് ചൂടൊക്കെ കൂടുതലാകുന്ന സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് അങ്ങനെ തലയിൽ തേക്കുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ എന്തെങ്കിലും താളിയുടെ കൂടെ വേണമെങ്കിലും ഇതേപോലെ കറ്റാർവാഴ നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ അങ്ങനെ തേക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ തലയിൽ കുറച്ച് ജലാംശമൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഒരുപാട് വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹെയർ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാം. ചൂടുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ സണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഹെയർ കണ്ടീഷണറൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസണിൽ ഒരുപാട് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാണ്ടിരിക്കുക. കേളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. ഇനി അത്രമേ ചെയ്യണം എന്നാണെങ്കിൽ ഹീറ്റ് ഒരുപാട് കൂടാതെ കൊണ്ട് ഒരു മീഡിയത്തിലിട്ട്, അതായത് ഒരുപാട് ചൂടാവാത്തൊരവസ്ഥയിലിട്ടിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് മുടി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആയ ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഒരുപാട് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. തന്നെയല്ല മുടി കൊഴിയാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ മുടിയുടെ കട്ടിയൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും ഓവറായിട്ട് സ്ട്രൈറ്റ്നറൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് പിന്നിടുക. അത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ആ കെട്ടൊക്കെ ഇല്ലാതാക്കാനും പിന്നെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ മാറാനായിട്ട് ഇത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ തന്നെയല്ല നമ്മൾ മുടി അഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് പിന്നിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.